രാഹുൽ ഈശ്വർ ആ പ്രസംഗം രാഹുൽ എന്തായാലും വ്യക്തമായി കേട്ടിരിക്കുമല്ലോ. നേരത്തെ യോഗക്ഷേമ സഭയുടെ പരിപാടിയിൽ പ്രസംഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ബ്രാഹ്മണനാകണം അടുത്ത ജന്മത്തിലെന്നും അദ്ദേഹം പുനർജന്മത്തിൽ വിശ്വസിക്കുന്നുവെന്നും അങ്ങനെ തന്ത്രി കുടുംബത്തിൽ ജനിച്ച് ശബരിമല അയ്യപ്പനെ സേവിക്കണം എന്നതാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്നൊക്കെ നേരത്തെ പറഞ്ഞ് നമ്മൾ കേട്ടതാണ്. അതിന്റെ തുടർച്ചയായിട്ടാണ് ഈ പ്രസംഗത്തെയും കാണുന്നത്. രാഹുലിന്റെ മനസ്സിലാക്കൽ എന്താണ്? കേൾക്കുന്നില്ലല്ലോ രാഹുൽ. മുന്നോക്ക വിഭാഗങ്ങൾ കൂടുതലായുള്ള ഈ ചില വകുപ്പുകളിൽ പിന്നോക്ക വിഭാഗത്തിലെ മന്ത്രി വരണമെന്നും നേതാവ് വരണമെന്നും അതേപോലെ പിന്നോക്ക വിഭാഗങ്ങൾ പെടുന്ന മുന്നോക്ക വിഭാഗങ്ങളിലെ ആൾക്കാർ വരണമെന്നുമാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം കേരളത്തിൽ കണ്ട നന്മയുള്ള ഉദാഹരണം നമ്മുടെ രാധാകൃഷ്ണൻ സാറ് ദേവസ്വം വകുപ്പിൽ എത്ര മനോഹരമായി അദ്ദേഹം ഭരിക്കുകയുണ്ടായി. അദ്ദേഹത്തിന് ഒന്ന് രണ്ട് ആക്ഷൻസിനോട് ഒരു പക്ഷേ വിയോജിപ്പുണ്ടാകാം. അദ്ദേഹം തൊഴാതെ ശബരിമലയിൽ നിന്നതിനോടൊക്കെ വിയോജിപ്പുണ്ട്. പക്ഷേ ഒരു ഭക്തൻ മുകളിലോട്ട് ശബരിമല കയറി വന്നപ്പോൾ ആ ഭക്തന് കാല് വയ്യാതായപ്പോൾ മന്ത്രി അദ്ദേഹം താഴെ ഇരുന്ന് ആ ഭക്തന്റെ കാലടക്കം പിടിച്ച് ശരിയാക്കി കൊടുത്തു. ഞങ്ങളെല്ലാം അദ്ദേഹത്തിനോട് കാൽ തൊട്ട് നന്ദി പറയുന്ന ഒരു കാര്യവുമാണ്. അങ്ങനെ വകുപ്പല്ലാതെ മറ്റു വകുപ്പുകളിലേക്ക് കൂടി ആ വിഭാഗത്തിൽ നിന്ന് മന്ത്രിമാരുണ്ടാകണം എന്നുള്ളത് നല്ല ചിന്തയാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞത് എന്താണ്? അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള കാര്യമാണല്ലോ പുറത്തേക്ക് വരുന്നത്. മുന്നാക്ക ജാതിക്കാരുടെ മന്ത്രിയാകണം. അതെന്ത് വിഭാഗമാണ്? അങ്ങനെ ഒരു വകുപ്പുണ്ടോ ഇവിടെ രാജ്യത്ത്? അങ്ങനെ ഒരു വകുപ്പുണ്ടോ? മുന്നാക്ക വകുപ്പുണ്ടോ? അതായത് ട്രൈബൽ വിഭാഗം എന്ന് പറഞ്ഞൊരു വകുപ്പ് ഒഴിച്ച് ബാക്കിയെല്ലാം മുന്നാക്കമാണ്. അതാണ് ധാരണ. അങ്ങനെയല്ല. മുന്നോക്ക വിഭാഗങ്ങൾ കൂടുതലായിട്ടുള്ളതല്ലേ നമ്മുടെ ദേവസ്വം വിഭാഗത്തിന് CPM അടക്കമുള്ളവർ തീർച്ചയായും രാധാകൃഷ്ണൻ സാറെ കൊണ്ടുവന്നത് വളരെ പോസിറ്റീവായ ഒരു സ്റ്റെപ്പാണ്. ഞാൻ സുരേഷ് ഗോപിയുടെ മനസ്സിലാക്കലിനെയാണ് പറഞ്ഞത്. സുരേഷ് ഗോപിയുടെ മനസ്സിലാക്കൽ എന്താണ്? അദ്ദേഹത്തെ ഒരുപാട് വർഷങ്ങളായിട്ട് അറിയാവുന്നതുകൊണ്ട് പറയുകയാണ്. മന്ത്രിയോ രാഷ്ട്രീയക്കാരനോ ആകുന്നതിന് മുമ്പും തിരുവനന്തപുരത്തെ ഊരുകളിൽ ആദിവാസി ഊരുകളിലടക്കം അദ്ദേഹം എത്ര ശ്ലാഘനീയമായ പ്രവർത്തനങ്ങളാണ് നടത്തിയത്. അദ്ദേഹത്തിന് ട്രൈബൽ മന്ത്രി ആകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ്? അദ്ദേഹം ഹിന്ദു ഐക്യത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അതോടൊപ്പം മതസൗഹാർദ്ദത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒന്ന് ഓർക്കണം, BJP MPയും മന്ത്രിയും ആയിരുന്നിട്ട് ഞാൻ പരിശുദ്ധ ഖുറാൻ സൂക്തങ്ങൾ ചൊല്ലി ഖുറാന്റെ നോമ്പ് തുറക്കാൻ അറിയാവുന്ന 35 വർഷങ്ങളായി അങ്ങനെ റംസാൻ നോമ്പ് എടുക്കുന്ന വ്യക്തിയുമാണെന്ന് ധൈര്യത്തോടെ വിളിച്ചു പറയാൻ കഴിയുന്ന ഒരു സുരേഷ് ഗോപിയുടെ നന്മകളൊന്നും കാണാതെ അദ്ദേഹം പറഞ്ഞ വരിയുടെ പകുതി മാത്രം എടുത്ത് അദ്ദേഹത്തെ മോശം പറയുന്നത് ശരിയാണോ? നന്നായി. ഗോത്ര വിഭാഗം എന്ന് പറയുന്നത് അവരിപ്പോൾ അനുഭവിക്കുന്നത് അവിടെ ഒരു ഗോത്ര മന്ത്രി ഉള്ളത് കൊണ്ടാണ്. അദ്ദേഹത്തിന് നന്നായി അത് പ്രവർത്തിക്കാൻ, അല്ലെങ്കിൽ ആ വിഭാഗത്തിൽ നിന്ന് വരുന്നവർക്ക് നന്നായി ഭരിക്കാൻ അവിടെ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഈ പറയുന്ന കോടികൾ അവിടെ നിന്നും ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥർ കടത്തുന്നത്. അപ്പോൾ അത് നന്നാക്കണമെന്ന വാക്കുണ്ട്. അത് നന്നാക്കണമെങ്കിൽ അവിടേക്ക് ഒരു നായിഡുവോ ഒരു ബ്രാഹ്മണനോ വരണം. എന്താ അങ്ങനെ ജാതിക്ക് അടിസ്ഥിതമായ ഏതെങ്കിലും കഴിവിന്റെയോ മറ്റോ പ്രശ്നമുണ്ടെങ്കിൽ മുന്നോക്ക വിഭാഗങ്ങൾ കൂടുതലുള്ള ഈ വിഭാഗത്തിൽ പിന്നോക്ക ഗോത്രവർഗ്ഗക്കാർ മന്ത്രിയും നേതൃത്വം കൊടുക്കണമെന്ന് അദ്ദേഹം പറയുമോ? നമ്മൾ ഈ പറയുന്നതിനൊരു രാജ്യത്ത് മുന്നാക്ക വകുപ്പ് എന്ന് പറഞ്ഞ വകുപ്പുകളില്ല. ഞാൻ അങ്ങനെ ഒരു ഉദാഹരണം പറഞ്ഞില്ലേ? കേരളത്തിലാണെങ്കിൽ ദേവസ്വം, കേരളത്തിലാണെങ്കിൽ തന്നെ മുന്നോക്ക വിഭാഗം. താങ്കൾ കഷ്ടപ്പെട്ട് ഉദാഹരണം കണ്ടെത്തിയിട്ട് കാര്യമില്ല. സുരേഷ് ഗോപിയുടെ മനസ്സിലാക്കലാണ്. സുരേഷ് ഗോപിയുടെ പ്രസംഗമായിട്ട് വന്നത്. ഞാൻ രാഹുൽ ഈശ്വർ അതിനെ മനസ്സിലാക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അങ്ങനെയെങ്കിൽ രാഹുൽ ഈശ്വർ താങ്കൾ ഈ പറയുന്ന K രാധാകൃഷ്ണൻ ബോധ്യപ്പെടുന്നില്ല, CK ജാരൂര് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ അവർക്കല്ലേ അത് ബോധ്യപ്പെടേണ്ടത്? അല്ല, അതാണ് അദ്ദേഹം പറഞ്ഞ രീതി കുറെ കൂടെ മെച്ചമാകാമായിരുന്നു എന്ന് നിങ്ങൾ വാദിക്കുകയാണെങ്കിൽ അത് ശരിയായിരിക്കാം. അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഇപ്പൊ അത് പിൻവലിച്ചത്. അതുകൊണ്ടല്ല പിൻവലിച്ചത്. ഞാൻ എന്റെ ഹൃദയത്തിൽ നിന്ന് പറഞ്ഞത് കൊടുത്തിട്ടുമില്ല, വളച്ചൊടിച്ചു. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. 38,500 കോടിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത് ഉദ്യോഗസ്ഥർ കൊണ്ടുപോകുന്നു. അതിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥർ ശിക്ഷിക്കപ്പെടണം. ഞാൻ പെരുമ്പാവൂർ ആദിവാസി മേഖലയിൽ 2 മണിക്കൂർ നടന്ന് അവിടെ പോയി അവിടെ ടോയ്ലറ്റ് ഉണ്ടാക്കി സ്വച്ഛ് ഭാരത് പദ്ധതി പ്രകാരം അവിടെ ടോയ്ലറ്റുകൾ ആദ്യമായി നിർമ്മിച്ചത് ഞാനാണെന്ന് പറയുന്നു. പിന്നീട് അദ്ദേഹം പറയുന്നു അദ്ദേഹം അട്ടപ്പാടിയിൽ പോയ കാര്യം നല്ല കാര്യം. അത് ചെയ്തു എന്ന് വെച്ച് അദ്ദേഹത്തിന് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണോ? അങ്ങനെയല്ല ഞാൻ ഒരു മിനിറ്റ് എനിക്ക് തരണം. ശ്രീ സുരേഷ് ഗോപിയുടെ പ്രവർത്തനങ്ങളെ, പ്രത്യേകിച്ച് ആദിവാസി ഊരുകളിലെ പ്രവർത്തനങ്ങളെ നേരിട്ട് കാണാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിൽ നിന്നും കൂടി ഇൻസ്പയർഡ് ആയിട്ടാണ് നമ്മുടെ കേരള SC/ST കമ്മീഷൻ ആദ്യമായിട്ട് ഒരു നോൺ ട്രൈബലിന്റെ പരാതി സ്വീകരിച്ചത്. ഒരു പക്ഷേ എന്റെ പരാതിയായിരിക്കും. നമ്മുടെ മരിച്ചുപോയ അട്ടപ്പാടിയിലെ മധുവിന് ആദ്യമായി സേവനം എത്തിക്കാൻ കഴിഞ്ഞ വ്യക്തികളിൽ ഒരാൾ ഞാനാണ്. ഞങ്ങളടക്കം നമ്മുടെ പിന്നോക്ക വിഭാഗങ്ങളോട് ചരിത്രപരമായി ചെയ്ത തെറ്റുകൾ മനസ്സിലാക്കി അവരെ കൂടുതൽ സേവിക്കാനും അവരെ കൂടുതൽ സപ്പോർട്ട് ചെയ്യാനും ഞങ്ങൾ ചരിത്രത്തിൽ ബാധ്യസ്ഥരാണ്.
ശ്രീ സുരേഷ് ഗോപി പറഞ്ഞതിന്റെ പോസിറ്റീവ് സ്പിരിറ്റ് എടുക്കാതെ മുന്നോക്ക വിഭാഗങ്ങളിൽ പിന്നോക്ക മന്ത്രി വരണമെന്ന പോസിറ്റീവ് സ്പിരിറ്റ് എടുക്കാതെ ഒരു വരി കൂടി സണ്ണി സാർ പറഞ്ഞത്. സണ്ണി സാർ ഓർക്കണം, ഞങ്ങൾ ബ്രാഹ്മണർ ഏറ്റവും താഴ്മയോടെ തൊഴുകയും ഈശ്വര തുല്യമായി ആരാധിക്കുകയും ചെയ്യുന്ന ഗാന്ധിജി ബ്രാഹ്മണനല്ല, വിവേകാനന്ദൻ ബ്രാഹ്മണനല്ല, ശ്രീനാരായണ ഗുരുദേവൻ എന്ന യുഗപുരുഷൻ ബ്രാഹ്മണനല്ല, ചട്ടമ്പി സ്വാമി ബ്രാഹ്മണനല്ല, മഹാത്മാ അയ്യങ്കാളിയോ തൈക്കാട് അയ്യാഗുരുവോ ശുഭാനന്ദ ഗുരുദേവനോ പണ്ഡിറ്റ് കറുപ്പനോ ഒന്നും ബ്രാഹ്മണരല്ല. നമ്മുടെ നവോത്ഥാനത്തിന്റെ, നമ്മുടെ പാരമ്പര്യത്തിന്റെ, നമ്മുടെ ഋഷി പാരമ്പര്യത്തിന്റെ, ആത്മീയ പാരമ്പര്യത്തിന്റെ ഏറ്റവും വലിയ വക്താക്കളായ ഇവരാരും ബ്രാഹ്മണരല്ല. ഞങ്ങളെല്ലാം ദൈവതുല്യരായിട്ടും ആരാധ്യതുല്യരായും കാണുന്ന ഇവരെല്ലാം ശ്രീനാരായണ ഗുരുദേവനെ കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ബ്രാഹ്മണാത്മാവോ ദൈവാത്മാവോ ആയിട്ടാണ് കാണുന്നത്. ഗാന്ധിജിയെ ഈശ്വര തുല്യമാണ് കാണുന്നത്. അപ്പൊ ഇവരാരും ബ്രാഹ്മണ സമുദായത്തിൽ പറഞ്ഞവരല്ല. ഇന്ന് കാണുന്ന ഹിന്ദു മതത്തെ വീണ്ടും ക്രോഡീകരിച്ചത് വിവേകാനന്ദ സ്വാമിയാണ്. അദ്ദേഹം കായസ്ഥനാണ്, ബ്രാഹ്മണനല്ല. അപ്പം ചരിത്രത്തിൽ തെറ്റുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ ഗാന്ധിജി പറയുന്നത് അംബേദ്കർ നമ്മുടെ തല തല്ലി പൊളിക്കുന്നില്ല, അത് തന്നെ അംബേദ്കറുടെ ഭാഗത്തു നിന്നുള്ള വലിയ ആത്മനിയന്ത്രണമാണെന്ന്. ചരിത്രത്തിൽ തെറ്റുകളുണ്ട്, എന്നാൽ ഇന്ന് ഹിന്ദു ഐക്യം കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അതോടൊപ്പം മതസൗഹാർദ്ദവും. ആ ഹിന്ദു ഐക്യം ഉയർത്തിപ്പിടിച്ച് ഒരു കൈയിൽ ഹിന്ദു ഐക്യവും മറുകൈയിൽ ഹിന്ദു മുസ്ലിം ഐക്യവും എന്ന ഗാന്ധിയൻ ദർശനം ഉയർത്തിപ്പിടിക്കുന്ന ആളാണ് സുരേഷ് ഗോപി. അദ്ദേഹത്തെ വ്യക്തിപരമായി അറിയാൻ ആർക്കും അതറിയാം. അദ്ദേഹത്തിന് ഒരു മതവിദ്വേഷവും ഇല്ല. ഇല്ലെങ്കിൽ സ്മൃതി മാഡം ഓർത്താൽ മതി, ഇവിടെ പല ആൾക്കാരും നാർക്കോട്ടിക് ജിഹാദ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നോട് ആ വൃത്തികെട്ട വാക്ക് ചോദിക്കരുതെന്ന് അരമനയുടെ മുമ്പിൽ നിന്ന് പറയാൻ ധൈര്യം കാണിക്കുന്ന ഒരു സുരേഷ് ഗോപിയാണ്. ഒന്ന് ആലോചിക്കണം, ആ വിഷയം കത്തി നിൽക്കുമ്പോൾ എന്നോട് ആ വൃത്തികെട്ട വാക്ക് പോലും നിങ്ങൾ ചോദിക്കരുതെന്ന് പറയാൻ ആത്മധൈര്യം കാണിക്കുന്ന, റംസാൻ നോമ്പ് നോക്കുന്ന ഒരു മനുഷ്യനെ ഒരു വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതിന്റെ പേരിൽ വേട്ടയാടുന്നത് കഷ്ടമാണ്. അദ്ദേഹത്തിന്റെ പോസിറ്റീവ് ഇന്റൻഷനെ കാണണം. അദ്ദേഹത്തെ അറിയുന്ന വ്യക്തി കൂടിയായി പറയുകയാണ്. ശരി, അദ്ദേഹം മന്ത്രിസ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല എന്നാണ് കേരളം പ്രതികരിച്ചത്. കേരളം പ്രതികരിക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ കേരളത്തിൽ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ തന്നെ പ്രതികരിക്കുന്നു. BJPയുടെ പ്രതികരണം അങ്ങനെ വന്നിട്ടുമില്ല. സുരേഷ് ഗോപിയെ പിന്തുണച്ച് എന്തുകൊണ്ടാണ് BJPയിൽ നിന്നൊരു പിന്തുണ വരാത്തത്? എന്താ പറയുന്നത്, ഈ ജാതി പൊളിറ്റിക്സിന്റെ ഭാഗമായി എല്ലാവരും പിന്നോക്ക വോട്ടുകളിലേക്ക് കൺസോൾഡേറ്റ് ചെയ്യാണ്. അമിത്ഷാ പറഞ്ഞപ്പം നമ്മുടെ അംബേദ്കറിനെ കുറിച്ച് ഒരു വരി തെറ്റി, അതിന്റെ മേളിൽ ചാടി വീണു. സോണിയാഗാന്ധി മാഡം പറഞ്ഞപ്പം പൂർ തിങ് എന്ന് പറഞ്ഞു. നരേന്ദ്രമോദിജി അതിലേക്ക് ചാടി വീണു. ഈ പിന്നോക്ക വോട്ടുകൾ, പിന്നോക്ക ദളിത്, ആദിവാസി, SC ST OBC വോട്ടുകൾ, അതാണല്ലോ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം. അവർക്ക് വേണ്ടി ഇല്ലാത്ത വിവാദങ്ങൾ ഉണ്ടാക്കി നമ്മൾ കടിപിടി കൂട്ടിയിട്ട് കാര്യമില്ല. അവർണർക്ക് വേണ്ടി സവർണജാഥ നടത്തിയ ആള് നായരാണ്, മന്നത്ത് പത്മനാഭനാണ്. മന്നത്ത് പത്മനാഭൻ പറയുന്നത് നമ്മളെല്ലാം ഇന്ന് ശ്രീനാരായണ ാണെന്നാണ്. ഇന്ന് നായരും ഈഴവനും നമ്പൂതിരിയും പുലയനും ആദിവാസിയും അമ്പലവാസിയും എല്ലാം ശ്രീനാരായണീയനാണെന്ന് പറഞ്ഞ് മഹാത്മാഗാന്ധിയുടെ ആവേശത്തോടെ ഉത്തേജനത്തോടെ പിന്നോക്കക്കാർക്ക് ദിനുവിലേക്ക് പോകാം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.